സ്വാഗതം ചെയ്യുന്നു. തമ്പ്രാന്റെ കുറ്റപ്പാടം മുഴുവൻ നട്ടു തീർക്കണതാ. മക്കളെ, നമുക്ക് നേരവും കാലമൊന്നുമില്ല. തമ്പ്രാക്കന്മാരുടെയും തെങ്ങിമാരുടെയും പാടത്തെയും പർവ്വത്തെയും പണികൾ തീർക്കുന്നതാണ് നമ്മുടെ നേരവും കാലവും. അക്ഷരം പഠിക്കുവാൻ പള്ളിപ്പള്ളിയിൽ പോകാൻ പോലും അനുവാദമില്ലാത്ത ഒരു കെട്ട കാലത്താണല്ലോ എന്റെ ഈ ജീവിതം. മക്കളെ, നമ്മുടെ തലമുറ ഈ തമ്പുരാക്കന്മാരുടെയും തെമ്മിമാരുടെയും അടിമപ്പണി ചെയ്യുവാൻ വിധിക്കപ്പെട്ട പാഴജന്മങ്ങളാണ് മക്കളെ. പെണ്ണേ, അങ്ങനെ പറഞ്ഞാൽ തീരുന്ന ബന്ധങ്ങളാണോ നമ്മുടെ തലമുറ അനുഭവിച്ചത്? അത് ശരിയാ. എന്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പൂപ്പ, ദോ അങ്ങോട്ട് നോക്കിക്കേ. അവരെ ചോട്ട് സജ്ജമായി എല്ലാരും വരുന്നുണ്ടല്ലോ. പാലവും ചെറുപാടത്തേറെയും നമ്മുടെ കണ്ടത്തിലേറെയും ഇങ്ങനെ അടിമകളായി പണിയെടുത്ത് അരപ്പട്ടിണിയും മുഴുപട്ടിണിയും കിടന്ന് ഒന്ന് കിടന്നുറങ്ങാൻ കഴിയാതെ ജീവിച്ചു മരിക്കുകയാണ് ഞങ്ങൾ. ഒരു തുണിക്ക് മറുതുണിയില്ലാതെ തമ്പ്രാക്കന്മാരുടെയും ജന്മിമാരുടെയും ഒപ്പായപ്പുരകൾ നിറയ്ക്കുന്നവരാണ് ഞങ്ങൾ. ഈ ഐക്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം വേണം. ഞങ്ങൾക്ക് മനുഷ്യരാകണം. ഞങ്ങൾക്ക് മനുഷ്യരാകണം. ആരും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം.
ഭരിക്കപ്പെട്ട ഈ രാജ്യത്ത് നിങ്ങളും മനുഷ്യരാണ്. ആരാ എന്താ പറഞ്ഞത്? ഞങ്ങൾ മനുഷ്യരോ? ഈ ക്രിമികീടങ്ങളായ ഞങ്ങൾ മനുഷ്യരോ? ഞങ്ങൾക്കും സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം എന്ന സ്വപ്നം എന്റെ തലമുറകൾക്കെങ്കിലും സാധ്യമാകുമോ? തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ സമൂഹത്തിനും സർവ്വജനത്തിനും സമത്വസുന്ദര ജീവിതം സാധ്യമാക്കും. ഇത് സത്യമാണോ? അതെ, ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് രഹസ്യമായിരിക്കണം. ഞങ്ങൾ പുരോഗമനവാദികളും സോഷ്യലിസ്റ്റുകളും കൂടി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. പക്ഷേ പോലീസിന്റെയും ജന്മിഗുണ്ടകളുടെയും ഭാഗത്തു നിന്നും ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഭയപ്പെടരുത്. ഭയമില്ല, ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾ എന്തിനെ നേരിടാൻ തയ്യാറാണ്. ഇതെങ്ങനെ സാധ്യമാകും സുഹൃത്തേ? കർഷക തൊഴിലാളികളെയും കർഷകരെയും പട്ടിണി പാവങ്ങളെയും പീഡിതരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട മൊത്ത സമൂഹത്തിലെയും സംഘടിപ്പിക്കണം. ഇത് സാധ്യമാകുമെങ്കിൽ എന്റെ തലമുറയുടെ മോചനത്തിനായി ഞാനും ഞങ്ങളും നിങ്ങളോടൊപ്പം അണിചേരും. ഞങ്ങൾക്ക് മനുഷ്യരാകണം.